ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിൽ പുതിയ വഴിത്തിരിവാണ്. ഒരുപക്ഷെ ഇന്നലെ വരെ ആ കേസ് എന്തായിരുന്നുവോ ഇന്നതിന് നേർവിപരീതമായി തിരിഞ്ഞിരിക്കുകയാണ് ആ കേസ്. തെറ്റായ തെളിവ് നൽകിയതിന് വിസിൽ ബ്ലോവർ അറസ്റ്റിലായിരിക്കുകയാണ്. അയാൾ വ്യാജമായി ഒരു തലയോട്ടിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കേസിലേക്ക് വന്നതെന്നും അയാൾ വ്യാജമായ തെളിവുകളാണ് നൽകിയതെന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ഈ വിസിൽ ബ്ലോവർ 70-80 മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടതായി അവകാശപ്പെട്ടിരുന്നു. ഈ കൂട്ട ശവസംസ്കാര കേസ് അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ കുൽസിതമായ ശ്രമമായി ഈ കേസ് ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. എല്ലാ മാധ്യമങ്ങളും, ഭൂലോകം ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണിത്. കൂടുതൽ തെളിവുകൾ ലഭിക്കാതെ ഒരു പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നത് എത്രമാത്രം തെറ്റാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ കൂട്ട ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട പരാതി നൽകിയ ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ ആ വ്യക്തിക്ക് പിന്നിലിരിക്കുന്നവരെ കണ്ടെത്താനും പോലീസ് തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഇത്രമാത്രം മ്ലേച്ഛമായ രീതിയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ ശുചീകരണ തൊഴിലാളി ഇതുവരെ മുഖം മൂടി ധരിച്ച് തൻ്റെ ഐഡന്റിറ്റി മറച്ചു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായി അയാളുടെ പേര് CN ചിന്നയ്യ എന്ന് വെളിപ്പെട്ടിരിക്കുന്നു. കൂട്ടക്കൊലകളും ശവസംസ്കാരങ്ങളും ഉൾപ്പെട്ട ഒരു കേസിൽ താനൊരു വിസിൽ ബ്ലോവറാണെന്നും നിയമപരമായ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ മുന്നോട്ട് വന്നത്. പ്രത്യേക അന്വേഷണ സംഘം അയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ അയാളെ കസ്റ്റഡിയിലെടുത്തു. അയാൾ ആദ്യം ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. കള്ളസാക്ഷ്യം നൽകിയതിനും തെറ്റായ തെളിവ് നൽകിയതിനും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 98-നും 2014-നും ഇടയിൽ സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്തവരെയും അടക്കം ചെയ്തതായി അയാൾ അവകാശപ്പെട്ട 15 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ 6-ാം നമ്പർ സ്ഥലത്ത് നിന്ന് ഒരു പുരുഷന്റെ അസ്ഥികൂടാവശിഷ്ടങ്ങൾ മാത്രമാണ് SIT കണ്ടെത്തിയത്. അനന്യ ഭട്ടിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന സ്ത്രീ ഒരു തരികിടയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അനന്യ ഭട്ട് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. 2003-ൽ മകൾ അനന്യ ഭട്ടിനെ കാണാതായി എന്നും പറഞ്ഞുകൊണ്ട് ജൂലൈ 15-നാണ് ഈ സുജാത ഭട്ട് പരാതി നൽകിയത്. സുജാത ഭട്ടും വ്യാജമാണ്, അനന്യ ഭട്ടും വ്യാജമാണ്. സുജാത ഭട്ട് CBIയിൽ ജോലി ചെയ്ത സ്ത്രീയുമല്ലാതെ. അങ്ങനെ മുഴുവൻ കഥയും വ്യാജവും ആസൂത്രിതവുമാണെന്നും ഒരു സ്വത്ത് തർക്കം മാത്രമേ തനിക്ക് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ഉണ്ടായിരുന്നുള്ളൂന്നും അതുമായി ബന്ധപ്പെട്ട് ചില ആക്ടിവിസ്റ്റുകൾ സമ്മർദ്ദം ചെലുത്തി ഇല്ലാത്ത മകളെ കാണാതായെന്ന വ്യാജ പരാതി നൽകിച്ചു എന്നുമാണ് അവർ പറയുന്നത്. അതായത് അവർ പറയുന്ന ആ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത് ഗിരീഷ് മട്ടന്നവർ, T ജയന്തി എന്നിവരാണ് ഈ കഥയുണ്ടാക്കി പറയാൻ തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സുജാത ഭട്ട് പറയുന്നു. ക്ഷേത്ര അധികാരികൾ പതിറ്റാണ്ടുകളായി വനപ്രദേശങ്ങളിൽ രേഖകളില്ലാതെ ശവസംസ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് ഈ മേൽപ്പറഞ്ഞ ദളിത് വിസിൽ ബ്ലോവർ കേസ് ഫയൽ ചെയ്തത്. സുജാത ഭട്ട് പറയുന്നത് തന്നോട് ചിലർ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു എന്നാണ്. ഒരു സ്വത്ത് പ്രശ്നം കൊണ്ടാണ് എന്നോടത് ചെയ്യാൻ ആവശ്യപ്പെട്ടത്, അത് മാത്രമാണ് കാരണം. അവർ പറയുന്ന കാരണം തൻ്റെ മുത്തച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്വത്ത് അത് അവരുടെ സമ്മതമില്ലാതെ ധർമ്മസ്ഥല ക്ഷേത്രാധികാരികൾ ഏറ്റെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ഒരു കേസിലേക്ക് ചിലർ നിർബന്ധിച്ച് പരിണമിപ്പിച്ചു എന്നാണ് ഈ സുജാത ഭട്ട് പറയുന്നത്. എന്നോടാരും പണം ചോദിച്ചില്ല, ഞാൻ ആരോടും പണം ചോദിച്ചില്ല, എൻ്റെ ഒപ്പില്ലാതെ എൻ്റെ മുത്തച്ഛൻ്റെ സ്വത്ത് എങ്ങനെ വിട്ടുകൊടുത്തു എന്ന് മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാൻ ഉന്നയിച്ച ഒരേ ഒരു പ്രശ്നം അതാണ് എന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെട്ടത്. അല്ലാതെ മകളൊന്നുമില്ല, മകളെ കാണാതായിട്ടുമില്ല, അങ്ങനെ ഒരു മകൾ അവർക്കില്ല. ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചിലർ ഈ ശുചീകരണ തൊഴിലാളിയുടെ കാര്യത്തിലും ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ സംശയം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കാൻ പോയാൽ സംശയം ഉണ്ടാക്കുന്ന അനവധി കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഒന്നാമത്തെ കാര്യം, ഒരു ക്ഷേത്രത്തിൽ, അതും ധർമ്മസ്ഥല പോലെ ഇത്ര മഹത്തായ പാരമ്പര്യമുള്ള ഒരു പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ എത്രയോ കാലം അവിടെ ജോലി നോക്കുന്ന ശുചീകരണ തൊഴിലാളികൾ ഉണ്ട്. അവരിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പിരിഞ്ഞു പോയവരുണ്ട്, വയസ്സായി മരിച്ചവരുണ്ട്. അങ്ങനെ ശുചീകരണ തൊഴിലാളികളുടെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ ആയിരക്കണക്കിന് ശുചീകരണ തൊഴിലാളികൾ ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശുചീകരണ തൊഴിലാളി മാത്രം മുന്നോട്ട് വരുന്നു ഇത് പറയാൻ. ബാക്കിയുള്ള എത്രയോ പേർ ഈ ജോലി വിട്ടുപോയവരുണ്ട്, പ്രായമായതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് പോയവരുണ്ട്, അല്ലേ? അപ്പോൾ
സ്വമേധയാ റിട്ടയർ വാങ്ങിപ്പോയവരൊക്കെ ഉണ്ടാവും. ഇവരിൽ ആരും തന്നെ ഇത്രയും കാലം ഈ വലിയ കുറ്റകൃത്യത്തെക്കുറിച്ച് തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടായ ഈ കുറ്റബോധത്തിന്റെ അടിസ്ഥാനം എന്താണ്? സ്വാഭാവികമായും അയാൾക്കൊരു കുറ്റബോധം ഉണ്ടാകും. അയാൾക്ക് തുറന്നു പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അതെല്ലാം ഇവിടെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതിൽ ഈ ഒരു വ്യക്തി മാത്രം എങ്ങനെയാണ് ഇതെല്ലാം കണ്ടത്? മറ്റൊരു വിഷയം, ഈ വ്യക്തി തുറന്നു പറയുമ്പോഴെങ്കിലും സാധാരണ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ ക്രൈം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി പീഡനാരോപണങ്ങൾ രംഗത്ത് വരുന്നു, ഒക്കെ സംഭവിക്കുന്നു. അതുവരെ ഒന്നും തുറന്നു പറയാത്ത പലരും രംഗത്ത് വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരമ്പര തന്നെ പിന്നെ ഉണ്ടാവുന്നു, പലതും വെളിച്ചത്ത് വരുന്നു, അല്ലെ? അതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇതൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ മറ്റുള്ള ആരും അതിന് മുതിരാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി അവർക്ക് ഭയമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് കർണാടക സർക്കാർ തന്നെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടു. എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണ്, ഞങ്ങളും ഇത് കണ്ടിട്ടുണ്ട്, ഞങ്ങളും ഇത് അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇതൊക്കെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ ശുചീകരണ തൊഴിലാളികളും ആ ക്ഷേത്രത്തിലെ മറ്റു സ്റ്റാഫുകളും ഒക്കെ അവിടെ ജോലി ചെയ്ത് പിരിഞ്ഞു പോയവരൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവരാരും അത് വെളിപ്പെടുത്താൻ വരാത്തത് എന്താണ് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അതൊരു വലിയ സംശയം തന്നെയാണ്. ഈ ശുചീകരണ തൊഴിലാളി ഇപ്പൊ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ട് അയാൾക്ക് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടത്താൻ സാധിച്ചില്ല? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു കുറ്റബോധം, ശരിയാണ്, കുറ്റബോധം വളരെ കുറച്ചു പേർക്കേ ഉണ്ടാവുള്ളൂ. എങ്കിലും അതൊരു ഏകവചനത്തിൽ മാത്രം ആ കുറ്റബോധം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് സ്വാഭാവികമായും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ മറ്റൊരു കാര്യം, ഈ ധർമ്മസ്ഥലയിൽ സംഭവിച്ചിട്ടുള്ള ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു പരമ്പര തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ധർമ്മസ്ഥലയിലെ ആ ഒരു ക്ഷേത്ര ടൗൺ പട്ടണം അവിടെ നോക്കിയാൽ ഏകദേശം 9818 പേരാണ് അവിടുത്തെ സ്ഥലവാസികൾ. അതുപോലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നഗരഭാഗവും ഉജിറ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നഗരഭാഗം, മെട്രോ ഭാഗം നോക്കിയാൽ തന്നെ ഏകദേശം 2,46,494 പേരാണ് അവിടെ ജീവിക്കുന്നതായിട്ടുള്ള കണക്ക്. അപ്പൊ ഇത്രയും പേർക്ക് അവിടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും കുറച്ച് ജനങ്ങൾ ആ ക്ഷേത്ര നഗരിയിലും ആ ടൗണിലുമൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര ക്രൂരമായിട്ട് സംഘടിതമായി നടത്തിയ കൊലപാതകങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഒരു സ്ഥലത്തും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല? കുറച്ച് യൂട്യൂബേഴ്സും മറ്റുമൊക്കെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും അത് അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഈ രാജ്യത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം അറിയുന്നതാണല്ലോ. അങ്ങ് UP-യിൽ വരെയുള്ള സംഭവങ്ങൾ, എന്തെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മുൻപ് നടന്ന പല കാര്യങ്ങളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ആ സംഭവിക്കുമ്പോൾ തന്നെ അത് പുറം ലോകം അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലയിൽ അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലയുടെ ക്ഷേത്ര നഗരിയിൽ സംഭവിച്ചിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാരണം എന്താണ്? പ്രധാനപ്പെട്ട മറ്റൊരു സംശയം തോന്നുന്നത്, ഇപ്പൊ ധർമ്മസ്ഥലയിൽ സംഭവിച്ച ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ശുചീകരണ തൊഴിലാളി തുറന്നു പറഞ്ഞു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കേസുകളും മറ്റു ചില മിസ്സിംഗ് കേസുകളും കൊലപാതക കേസുകളും ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൗജന്യയുടെ സംഭവം. 2012 നടന്ന സൗജന്യ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനന്യ ഭട്ടിന്റെ കേസ്. അനന്യ ഭട്ടിനെ 2003 കൂട്ടുകാർക്കൊപ്പം ആ കുട്ടി MBBS മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ, മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 2003 കൂട്ടുകാർക്കൊപ്പം ആ കുട്ടി ധർമ്മസ്ഥലയിൽ പോയതും പിന്നീട് ധർമ്മസ്ഥലയിൽ വെച്ച് അനന്യയെ കാണാതായെന്ന് ആ കുട്ടിയുടെ കൂട്ടുകാരിയാണ് പിന്നെ അമ്മയെ വിളിച്ചൊക്കെ പറയുന്നത്. ഇത് 2003 സംഭവിച്ച കാര്യമാണ്. അതുപോലെ തന്നെ പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ പത്മലതയുടെ കേസാണ്. അവർ ധർമ്മസ്ഥലയിലെ വെല്യാരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അത് പക്ഷേ സംഭവിച്ചത് ഈ അടുത്ത കാലത്തൊന്നും അല്ല, 1986 1986, ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമുക്ക് ആ കേസുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം ഇതിലൂടെ. ഈ കേസുകളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അച്ഛനെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ആക്സിഡന്റിൽ കൊന്നുവെന്നും വളരെ ചെറിയ വിലയ്ക്ക് ഭൂമി തട്ടിയെടുത്തെന്നും ബാക്കിയുള്ള ഭൂമിയൊക്കെ അവർ കൈവശമാക്കി എന്നുമൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. അത് അനീഷ് ജോയ് എന്ന വ്യക്തിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ പിതാവിനെ ഭൂമി തർക്കത്തെ തുടർന്ന് വാഹനാപകടത്തിൽ കൊല്ലുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിരലിൽ എണ്ണാവുന്ന കേസുകളാണ് ഇപ്പോൾ ഇതിനകത്ത് പൊങ്ങി വന്നിരിക്കുന്നത്. ഈ ധർമ്മസ്ഥലയെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളെ നമ്മൾ നോക്കിയാൽ തന്നെ 100, 200, 400, പിന്നെ ഈ സംഖ്യ കൂടുകയാണ്. 500, 1000, 20,000 പേരൊക്കെ എവിടെ നിന്നൊക്കെ മിസ്സിംഗ് ആയതായിട്ടൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഈ ആളുകൾക്കൊന്നും പരാതിയില്ലേ? ഇവരൊക്കെ ഈ ധർമ്മസ്ഥലയിൽ ഇത്രയും പേര് വന്ന് എന്റെ കുട്ടിയെ ധർമ്മസ്ഥല വെച്ച് കാണാതായി എന്ന് അനന്യ ഭട്ടിന്റെ അമ്മ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സൗജന്യയുടെ കുടുംബം പറയുന്നത് പോലെ, അതുപോലെ ഈ പത്മലതയുടെ കേസിൽ പറയുന്നത് പോലെ, എന്തുകൊണ്ടാണ് വളരെ വലിയ ഒരു കൂട്ടര് ഈ ഇതിന് ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കളായിട്ടുള്ള വളരെ വലിയ ഒരു കൂട്ടര് എന്തുകൊണ്ട് ധർമ്മസ്ഥല വെച്ചിട്ടാണ് ഞങ്ങളുടെ
വീട്ടിലെ കുട്ടിയെ കാണാതായത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീയെ കാണാതായത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ ധർമ്മസ്ഥലയുമായി കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ആരാധനാലയത്തിൽ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പരാതി ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന കണക്കുകളുമായിട്ടൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിനൊക്കെ മുൻപ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം അടുത്ത ദിവസങ്ങളിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായി. കാരണം വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കണം. ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുപോയി അവിടെയെല്ലാം പരിശോധിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അയാൾ അത്ര ആർജവത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ വന്ന് തുറന്നു പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. പക്ഷേ അത് തെളിയുന്നത് വരെ നമുക്കാരെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അവകാശമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്യൂഡലിസം നിലനിന്നിരുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏകദേശം ഇപ്പോഴും ഒരു പരോക്ഷമായെങ്കിലും ഈ ഫ്യൂഡലിസത്തിന്റെ ഒരു ചട്ടക്കൂടിലാണ് അവിടുത്തെ ഒരു രീതി. അവിടെ മറ്റാരുടെയും കാലമൊക്കെ അവിടുത്തെ പ്രമാണിമാർ തന്നെയായ ഈ വീരേന്ദ്ര ഹെഗ്ഡെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമൊക്കെ തന്നെയാണ് അവിടുത്തെ കിരീടം വയ്ക്കാത്ത ഇപ്പോഴത്തെ രാജാക്കന്മാർ. പിന്നെ അവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കും കൂടി കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർണാടക ഭരിച്ച കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുമായി എല്ലാം തന്നെ ഇവർക്കൊക്കെ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് കൃത്യമായി അന്വേഷിക്കണം. കേവലം ഒരു വ്യക്തി മാത്രമായി ഇത് കണ്ട് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ഈ ഒറ്റ വ്യക്തി മാത്രം എന്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നു? ഇയാൾ മുന്നോട്ട് വന്ന് ഇപ്പൊ ഇത്രയും കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു, അന്വേഷണങ്ങളെല്ലാം വരുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചപ്പോഴും മറ്റുള്ളവർ രംഗത്ത് വരുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന പരോക്ഷമായെങ്കിലും ഇതിൽ പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല? ഇന്നിപ്പോ യൂട്യൂബും വാട്സാപ്പും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മുഖം കാണിക്കാതെയും പല കാര്യങ്ങളും പലർക്കും തുറന്നു പറയാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പം എന്തുകൊണ്ടാണ് ഇത് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ധർമ്മസ്ഥലയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ചിലർ നടത്തുന്നത് എന്ന വാദം മറുപക്ഷത്ത് ശക്തിയാകുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ശക്തിയാകാതിരിക്കണമെങ്കിൽ അവിടെ ഒരുപാട് ഇരകളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും നോക്കിയാൽ തന്നെയും ഇതൊരു വിരലിൽ എണ്ണാവുന്ന ചില വിഷയങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൂടുതൽ പേർ രംഗത്ത് വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇപ്പോഴും വിരലിൽ എണ്ണാവുന്ന കുറച്ച് ക്രൈമുകളാണ്, അല്ലെ? ഈ ക്രൈമുകൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അവിടെ ക്രൈമുകളൊന്നും സംഭവിക്കുന്നില്ല എന്നല്ല, മറിച്ച് എല്ലാ സ്ഥലത്തും ഇത്തരം ക്രൈമുകൾ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ നമ്മുടെ കഴക്കൂട്ടത്ത് തന്നെ, നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴക്കൂട്ടം വെട്ട റോഡിലെ കൃഷിഭവന് സമീപമുള്ള അഗ്രോ ബസാറിലെ ഗോഡൌണിൽ ഒരു യുവതിയെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്ര. അത് 2023 മറ്റോ ആണ്. അത് പിറ്റേന്ന് ഈ പ്രതിയുടെ കണ്ണ് വെട്ടിച്ച് വിവസ്ത്രയായ യുവതി, അതായത് വസ്ത്രമൊന്നും ധരിക്കാതെ തന്നെ പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ടിട്ട് സമീപവാസികളെ വിവരമറിയിച്ചു. വസ്ത്രങ്ങളില്ലാതെ ഓടിയ യുവതിക്ക് പ്രാദേശികവാസികളാണ് വസ്ത്രങ്ങൾ നൽകിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കഴക്കൂട്ടം പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പൊ നോക്കൂ, ഇത്തരം ക്രൈമുകൾ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ കഴക്കൂട്ടത്ത് ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴക്കൂട്ടത്തിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലോ മറ്റോ അതുമായി ബന്ധപ്പെടുത്താനായില്ല. അപ്പം ഈ ക്രൈമുകൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി എത്ര പേരെ കൊന്നിട്ടുണ്ട്? ഈ കേരളത്തിൽ എത്രയോ സ്ത്രീകളെ, സ്കൂൾ കുട്ടികളെ, വിദ്യാർത്ഥിനികളെ എത്രയോ നരാധമന്മാർ കടിച്ചു കയറി കൊന്നിട്ടുണ്ട്. എന്നിട്ട് വല്ല റബ്ബർ തോട്ടത്തിലോ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെ? എത്രയോ പേരെ ഭീകരമായി കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് കാലങ്ങൾക്ക് ശേഷം അസ്ഥി തോണ്ടിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ. കേരളവും കർണാടകയും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിയമ സംവിധാനങ്ങൾ, നീതി നിർവഹണം കുറെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. എന്നാൽ കർണാടകയിൽ അങ്ങനെയല്ല. അവിടെ തന്നെ 2014-15 കാലത്താണ് ഈ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത്, പോലീസ് സ്റ്റേഷൻ ഉള്ള സ്ഥലത്താണ് ഈ കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് അതിനാനുപാതികമായി കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടും. എന്നാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വരുന്ന സ്ത്രീകളെ എല്ലാം കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അത് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ആ ശുചീകരണ തൊഴിലാളി പറയുന്നതിൽ അസ്വാഭാവികതയുണ്ടോ? അത് സത്യമാണോ? അല്ലെങ്കിൽ കൂടുതൽ എന്ന് പറയേണ്ടത് അതിനെ ഈ പെരുപ്പിച്ചു പറയുകയാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘം അത് വ്യക്തമായി കണ്ടെത്തുന്നത് വരെ ഒരു ക്ഷേത്രത്തെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിനെയും ആവശ്യമില്ലാത്ത വാർത്തകളിലൂടെ അവഹേളിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു ആരാധനാലയ കേന്ദ്രത്തിൽ, ഒരു ആരാധനാലയത്തെയും അന്വേഷണം നടത്തി കുറ്റകൃത്യം സംഭവിച്ചു എന്ന് തെളിയിക്കുന്നത് വരെ പ്രതി ചേർക്കപ്പെടുന്നത് ശരിയല്ല. അത് കേരളത്തിൽ തന്നെ എത്രയോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ധ്യാന കേന്ദ്രങ്ങളുടെ മറവിൽ, അല്ലെ, മദ്രസകളുടെ മറവിൽ
മറ്റുള്ള മഠങ്ങളുടെയൊക്കെ മറവിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവിടെ ഫ്യൂഡലിസമാണ്, അവിടെ ആ ധർമ്മസ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെല്ലാം കുറ്റക്കാരാണ്, അവർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത്തരം പ്രമാണിമാർക്ക് എല്ലാം പൊതുവായി ഉള്ള ചില പ്രശ്നങ്ങൾ മാത്രം അവർക്ക് ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്തരം ഫ്യൂഡലിസം നിലനിന്നിരുന്ന കാലത്തും ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചില പ്രമാണിമാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഇത്തരം പ്രമാണിമാർക്ക് സ്വാഭാവികമായി അറിയില്ല, അവരുടെ കളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് പിടിച്ചെടുക്കാൻ അവർ പലതും ചെയ്യും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു? അപ്പൊ ആ സംഭവങ്ങളെ വ്യക്തമായി അന്വേഷിച്ച് അതിന്റെ സത്യം വെളിച്ചത്ത് കൊണ്ട് വരുന്നത് വരെ നമുക്ക് ഒരിക്കലും ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തെയോ ആ ക്ഷേത്ര ട്രസ്റ്റിനെയോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെയോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളെയും നോക്കി നടത്തുന്ന രക്ഷാധികാരികളെയോ ഒന്നും സംശയിക്കാൻ സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ കൃത്യമായ തെളിവ് തന്നെ വേണം. അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം തുറന്നു പറച്ചിലിൽ നിന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ സംശയിച്ചിട്ട് കാര്യമില്ല. എല്ലായിടത്തും ക്രൈമുകൾ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ക്രൈമുകൾ നടക്കുന്നുണ്ട്. ഈ ക്രൈമുകളുടെ എല്ലാം ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തണം നീതിപീഠം. കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും വ്യക്തമായി സംശയിക്കാൻ സാധിക്കുന്നത്.